ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവാണ്. നമ്മൾ ലെങ്തിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചില യൂണിറ്റുകൾ, അതിൻ്റെ കൺവേർഷൻസ്, വാല്യൂസ് നോക്കാൻ പോവാം. റെഡി? നോക്കണേ, പ്രധാനപ്പെട്ടതുണ്ട്, പ്രധാനമല്ലാത്തതുണ്ട്. എന്നാൽ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നമുക്ക് നല്ലതാണ്. റെഡി? വാ പോരെ. നോക്കണേ, ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് 0.62 മൈലാണ്. മൈൽ ശ്രദ്ധിക്കണേ, എന്താണ്? ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് 0.62 മൈലാണ്. അതുപോലെ ഒരു മൈൽ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച് 1.6 കിലോമീറ്ററാണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ക്വസ്റ്റ്യൻ ആയിട്ട്. ഓക്കെ, ഇനി നോക്കിക്കോണേ, 1 ആങ്സ്ട്രോ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. 1 ആങ്സ്ട്രോ എന്ന് പറയുന്നത് 1 ആങ്സ്ട്രോ എന്ന് പറയുന്നത് 10⁻⁻10 മീറ്റർ റേഞ്ചിലാണ് വരുന്നത്. ആറ്റത്തിൻ്റെ സൈസ് ഈ ഒരു റേഞ്ചിലാണ് പറയുന്നതൊക്കെ നമ്മൾ പറഞ്ഞു. അതിന് നമ്മളിവിടെ നാനോമീറ്റർ ഫോമിലോട്ട് മാറ്റി എഴുതിയിരിക്കുകയാണ്. 0.1 നാനോമീറ്റർ. ഓക്കെ, അടുത്ത് നോക്കിക്കാണെ, പ്രധാനപ്പെട്ട പരീക്ഷകളിൽ ഒരുപാട് തവണ ആവർത്തിച്ച് വെച്ചിട്ടുള്ളതാണ് 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് 9.461 × 10⁻15 മീറ്റർ ആണ്. പഠിക്കേണ്ടതാണ്. 1 ലൈറ്റ് ഇയർ 9.461 × 10⁻15 മീറ്റർ. ഓക്കെ അല്ലേ? മറ്റു വാല്യൂസ് നോക്കാം. നോക്കിക്കോണേ, 1 മീറ്റർ എന്ന് പറയുന്നത് 1.09 യാർഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3.28 ഫീറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 39.37 ഇഞ്ച്. ഒന്നുകൂടെ, 1 മീറ്റർ എന്ന് പറയുന്നത് 1.09 യാർഡ്, 3.28 ഫീറ്റ്, 39.37 ഇഞ്ച്. നോക്കിക്കോണേ, ഒരു ഇഞ്ച് എന്ന് പറയുന്നത് 2.54 സെൻറ്റിമീറ്റർ ആണ്. ഒരു ഇഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? 2.54 സെൻറ്റിമീറ്റർ. ഒരു ഫീറ്റ് എന്ന് പറയുന്നത് 12 ഇഞ്ച് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 30.48 സെൻറ്റിമീറ്റർ. അടുത്ത, ഒരു യാർഡ് എന്ന് പറയുന്നത് 3 ഫീറ്റ് ആണ് അല്ലേ? ഒരു യാർഡ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ഫീറ്റ്, 91.44 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. യെസ്, മുന്നോട്ട് പോവാം. റെഡി? വാ പോരെ. അടുത്ത മാസ് നോക്കാം. മാസ്, 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം. എല്ലാവർക്കും അറിയാം, ശരിയല്ലേ? ആണല്ലോ, ആണ്. 1 ടൺ എന്ന് പറയുന്നത് 1000 കിലോഗ്രാം ആണ്. ശ്രദ്ധിക്കണേ, 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം, 1 ടൺ എന്ന് പറയുന്നത് 1000 കിലോഗ്രാം. അത് നമുക്ക് എങ്ങനെ എഴുതാം? നോക്കിയേ, യെസ്, 1000 എന്ന് വെച്ചാൽ 10⁻³ ഇൻറ്റു വീണ്ടും ഒരു 10⁻³ അല്ലേ? എന്താണ്ടേ, ഇത് 1000 10⁻³, ഇവിടെ കിലോ വന്ന് അതിൻ്റെ ഒരു 10⁻³, എല്ലാം കൂടെ 10⁻6 അത്രയും ഗ്രാം. അപ്പോൾ എങ്ങനെ എഴുതാം? 10⁻6 പകരം മെഗാ എന്ന് മാറ്റാം. നമ്മൾ പഠിച്ചതാണ് മെഗാ എന്ന് മാറ്റുന്നത്, ശരിയല്ലേ? അപ്പോൾ നോക്കിയേ, 1 ടണ്ണിന് നമുക്ക് 1 മെഗാഗ്രാം എന്ന് പറയാവുന്നതാണ്. 1 ടൺ 1 മെഗാഗ്രാം എന്ന് പറയാവുന്നതാണ്. അടുത്ത് നോക്കിയേ, 1 യൂണിറ്റ് അല്ലെങ്കിൽ യൂണിഫൈഡ് മാസ് എന്ന് പറയുന്നത് 1.6 × 10⁻⁻27 കിലോഗ്രാം ആണ്. ഓക്കെ അല്ലേ? അത് നോക്കിയേ, 1 കിലോഗ്രാം ഫോമിലോട്ട് മാറ്റുമ്പോൾ എങ്ങനെ എഴുതാം? 6.022 × 10⁻26 യൂണിറ്റ്. ഓക്കെ അല്ലേ? അവിടെ നോക്കിയേ, 1 സ്ലഗ് എന്ന് പറയുന്നത് 14.59 കിലോഗ്രാം. അധികം അങ്ങനെ ഉപയോഗിക്കുന്നതല്ല. ഓക്കെ, 1 കിലോഗ്രാം ദാറ്റ് ഈസ് ഈക്വൽ ടു 6.8 × 10⁻⁻2 സ്ലഗ്. ഇത് പ്രധാനമാണ്. 1 യൂണിറ്റ് എന്ന് പറയുന്നത് 9.50 മെഗാ ഇലക്ട്രോൺ വോൾട്ട് പെർ c². അപ്പം മാസുമായി ബന്ധപ്പെട്ടതാണ് ഈ കൺവേർഷൻസ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചോണം. റെഡി? അവിടെ നോക്കിയേ, ടൈം 1 മണിക്കൂർ. ടൈമിന് യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. പല സിസ്റ്റം ഉണ്ടല്ലോ, CG സിസ്റ്റം അല്ലേ, FPS സിസ്റ്റം, പിന്നെ MKS സിസ്റ്റം, ശരിയല്ലേ, SI സിസ്റ്റം. ഈ സിസ്റ്റത്തിനകത്ത് എല്ലാത്തിൻ്റെയും പ്രത്യേകത എന്താ? ഇവിടെ എല്ലാം ടൈമിൻ്റെ യൂണിറ്റ് എന്ത് തന്നെയാണ്? സെക്കൻഡാണ്. ഓക്കെ അല്ലേ? നോക്കിയേട്ടെ, 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്, ശരിയല്ലേ? 60 മിനിറ്റ് എന്ന് പറയുന്നത് 3600 സെക്കൻഡ് ആണ്. 3600 സെക്കൻഡ്. അതിനാണ് ഇങ്ങനെ ഇരിക്കുന്നത് 3.6 കിലോ സെക്കൻഡ്, ശരിയല്ലേ? നോക്കിയേ, ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. 24 മണിക്കൂർ എന്ന് പറയുന്നത് 1440 മിനിറ്റ് ആണ്, ശരിയല്ലേ? അതെന്ന് പറയുന്നത് 86.4 കിലോ സെക്കൻഡ് ആണ്. ക്ലിയർ? ഒരു വർഷം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം 365 ദിവസമാണ്. അതെന്ന് പറയുന്നത് 31.56 മെഗാ സെക്കൻഡ്. ക്ലിയർ? പ്രശ്നമില്ലല്ലോ, സെറ്റാണ്. ഓക്കെ അല്ലേ? യെസ്, മുന്നോട്ട് പോവാം. ഒന്ന് നോക്കി പോക്കണം കേട്ടോ. അവിടെ നോക്കിയേ, മാത്തമാറ്റിക്കൽ സയൻസ് ആൻഡ് സിമ്പിൾസ്. പ്രത്യേകം പറയുക, കാണാൻ പഠിക്കേണ്ട, എല്ലാവർക്കും ഒന്ന് അറിഞ്ഞിരിക്കാനാണ്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കാണാതെ പഠിക്കേണ്ട ഒരു കാര്യമില്ല. പരീക്ഷയ്ക്ക് ഇത് എന്ന് പറഞ്ഞ് ചോദിക്കത്തില്ല. സിമ്പിൾസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുക. നോക്കി, ഇത് ഈക്വൽ സിമ്പിൾ,
അല്ലേ? ഇത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ എന്നുള്ള സിമ്പിൾ ഇത് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കണ്ട പുഴുവിൻ്റെ ഒക്കെ കൂട്ടിരിക്കും. ശരിയല്ലേ? ഇത് നോട്ട് ഈക്വൽ ടു, ശരിയല്ലേ? ഐഡന്റിക്കൽ എന്നൊക്കെ പറയാം. 3 സമം അല്ലേ? നോക്കിയ സമത്തിന് മുകളിലൊരു ലൈൻ കൂടെ ഇട്ടാൽ ശരിയല്ലേ? ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. എളുപ്പമല്ലേ? ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. പ്ലസ് ഓർ മൈനസ്, പ്രൊപ്പോർഷണൽ ടു, സം ഓഫ് എക്സ് ബാർ അല്ലേ? നോക്കിയേ, ബ്രാക്കറ്റിനകത്ത് എക്സ് ഇടുക, അതുപോലെ എക്സ് ആവറേജ്. ഇതൊക്കെ എന്തിനാ കാണിക്കുന്നത്? ആവറേജ് വാല്യൂവിനെയൊക്കെ കാണിക്കും. സിമ്പിൾസ് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി, വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ, മുന്നോട്ട് പോവാം. നോക്ക്, ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് നോക്കാം. ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് നോക്കിയാട്ടെ. സൈൻ 90 മൈനസ് തീറ്റ പഠിക്കണം. സൈൻ 90 മൈനസ് തീറ്റ എന്ന് വെച്ചാൽ എന്താ? കോസ് തീറ്റ. സൈൻ 90 മൈനസ് തീറ്റ കോസ് തീറ്റ. സൈൻ 90 മൈനസ് തീറ്റ കോസ് തീറ്റ. സൈൻ 90 മൈനസ് തീറ്റ കോസ് തീറ്റ. അതുപോലെ കോസ് 90 മൈനസ് തീറ്റ ഉണ്ട്. എന്തോ അത്? സൈൻ തീറ്റ. സൈൻ 90 മൈനസ് തീറ്റ കോസ് തീറ്റ. കോസ് 90 മൈനസ് തീറ്റ എന്താണ്? സൈൻ തീറ്റ. എളുപ്പമാണ് പഠിക്കാൻ. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കാൻ എളുപ്പമാണ്. സൈൻ 90 മൈനസ് തീറ്റ കോസ് തീറ്റ, കോസ് 90 മൈനസ് തീറ്റ സൈൻ തീറ്റ. ഓക്കെ അല്ലേ? അത് നോക്കിയേ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താണ്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താ അത്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ. എന്താണ്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താണ്? ടാൻ തീറ്റ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അടുത്ത നോക്കിയേ, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കുന്നതാണ്. എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. അടുത്ത നോക്കിയേ, സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. സി സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. അതുപോലെ കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. അടുത്ത നോക്കിയേ, സൈൻ 2 തീറ്റ എങ്ങനെയാ? 2 സൈൻ തീറ്റ കോസ് തീറ്റ. എന്താണ്? 2 സൈൻ തീറ്റ കോസ് തീറ്റ. 2 സൈൻ തീറ്റ കോസ് തീറ്റ. 2 സൈൻ തീറ്റ കോസ് തീറ്റ. അടുത്ത നോക്കിയേ, കോസ് 2 തീറ്റ. കോസ് 2 തീറ്റ എങ്ങനെ വരുന്നത്? കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. എന്താണ് കോസ് 2 തീറ്റ? എങ്ങനെ എഴുതാം? കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ അല്ലേ? അവിടെ നോക്കിയേ, 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1. അങ്ങനെ എഴുതാം. അങ്ങനെയാണ് 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1. എന്താണ്? 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1. എന്താണ്? കോസ് 2 തീറ്റയുടെയാണ് പറയുന്നത്. എന്താണ്? 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1. ഒന്നുകൂടെ, 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ. എങ്ങനെയാണ്? 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ. എന്താണ്? 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ. അടുത്ത് നോക്കിയേ, സൈൻ ആൽഫ പ്ലസ് ഓർ മൈനസ് ബീറ്റ എന്ന് കിടക്കുന്നത്. ഇത് കുറച്ചുകൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എങ്ങനെ? സൈൻ ആൽഫ പ്ലസ് ഓർ മൈനസ് ബീറ്റ എന്നാ കിടക്കുന്നത്. ഇത് നമ്മൾ പഠിച്ചിരിക്കുന്നത് എല്ലാവരും കൂടുതൽ ആളും പഠിച്ചേക്കുന്ന സൈൻ എ പ്ലസ് ബി എന്നും സൈൻ എ മൈനസ് ബി എന്നും ഒക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ല. അത് തന്നെ കിടക്കുന്നത്, വേറെ കാര്യമൊന്നുമില്ല അല്ലേ? ആൽഫ ബീറ്റ ഫോമിലോട്ട് മാറ്റിയെന്ന് മാത്രം, വേറെ പ്രശ്നമൊന്നുമില്ല. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഇത് രണ്ടും കൂടെ ഒന്നിച്ച് സൈൻ എ പ്ലസ് ഓർ മൈനസ് ബി, ഈ സാധനമാണ് ഇപ്പുറത്ത് കിടക്കുന്നത്. മനസ്സിലായോ? ആൽഫയും ബീറ്റയെ കിടക്കുന്നുണ്ട്, പേടിക്കേണ്ട ആവശ്യമില്ല. സൈൻ ആൽഫ പ്ലസ് ഓർ മൈനസ് ബീറ്റ. എങ്ങനെ? സൈൻ ആൽഫ കോസ് ബീറ്റ പ്ലസ് കോസ് ആൽഫ സൈൻ ബീറ്റ അല്ലേ? ഇനി മൈനസ് വന്നാലോ? സൈൻ ആൽഫ കോസ് ബീറ്റ മൈനസ് കോസ് ആൽഫ സൈൻ ബീറ്റ. ക്ലിയർ അല്ലേ? അവിടെ നോക്കിയേ, കോസ് ആൽഫ പ്ലസ് ഓർ മൈനസ് അല്ലേ? അതെങ്ങനെ തന്നെ? കോസ് ആൽഫ പ്ലസ് ഓർ മൈനസ് ബീറ്റ ഇങ്ങനെയല്ലേ വരുന്നേ? ആണ്. കോസ് ആൽഫ കോസ് ബീറ്റ, ആദ്യം പ്ലസ് വന്നാൽ നമുക്ക് ഉത്തരം മൈനസ് വരും. എന്താണ്? കോസ് ആൽഫ കോസ് ബീറ്റ അല്ലേ? യെസ്, മൈനസ് സൈൻ ആൽഫ സൈൻ ബീറ്റ. ശ്രദ്ധിക്കണേ, ഇത് ഏതാ വരുമ്പോഴാണ്? കോസ് ആൽഫ പ്ലസ് ബീറ്റ വരുമ്പോഴാണ്. ഇനി കോസ് ആൽഫ മൈനസ് ബീറ്റ വന്ന് എന്ത് കിട്ടുമെന്ന് അറിയാവോ? കോസ് ആൽഫ കോസ് ബീറ്റ പ്ലസ് പ്ലസ് സൈൻ ആൽഫ സൈൻ ബീറ്റ സൈൻ ബീറ്റ ബീറ്റ. നേരത്തെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിയല്ലേ? ഓക്കെ അല്ലേ? പ്രശ്നമില്ലാന്ന് വിചാരിച്ചോട്ടെ. സെറ്റാണ്. മുന്നോട്ട് പോവാം. അപ്പോൾ ഇതൊക്കെ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ്, പഠിച്ചോണം കേട്ടോ. ശരി, അടുത്ത പൈതഗോറിയൻ തിയറം എല്ലാവർക്കും അറിയാം. നോക്കിയേ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ശരിയല്ലേ? നോക്കിയേ, ബേസ് തന്നിട്ടുണ്ട്, ഓൾട്ടിറ്റ്യൂഡ്. ശരിയല്ലേ? ബേസ് ഓൾട്ടിറ്റ്യൂഡ്. ഇതെന്താണ്? ഹൈപ്പോട്ന്യൂസ്. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നോക്കിയേ, സി സ്ക്വയർ, ഹൈപ്പോട്ന്യൂസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബേസിന്റെ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ക്ലിയർ അല്ലേ? പ്രശ്നമില്ലല്ലോ. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ജോമെട്രിയുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പല സ്ഥലത്തും അപ്ലൈ ചെയ്യേണ്ടി വരുന്നതാണ്. ഓക്കെ, ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, അതിന്റെ റേഡിയസ് r ആണ്. സർക്കംഫറൻസ് 2πr. സർക്കംഫറൻസ് 2πr. ഓക്കെ അല്ലേ? ഏരിയ എന്താണ്? πr സ്ക്വയർ. ഏരിയ എന്താണ്? πr സ്ക്വയർ. ഏരിയ എന്താണ്? πr സ്ക്വയർ. ഏരിയ എന്താണ്? πr സ്ക്വയർ. അടുത്ത സ്ഫിയർ ആണ്. സ്ഫിയറിന്റെ റേഡിയസ് r ആണ്. ഏരിയ എന്ന് പറയുന്നത് എന്ത് വരും? 4πr സ്ക്വയർ വരും. ഏരിയ എന്ത് വരും? 4πr സ്ക്വയർ. ഏരിയ എന്ത് വരും? 4πr സ്ക്വയർ. വോളിയം എന്ത് വരും? 4/3πr ക്യൂബ്. 4/3πr ക്യൂബ്. വോളിയം എന്ത് വരും? 4/3πr ക്യൂബ്.
ഓക്കെ അല്ലേ? പ്രശ്നമുണ്ടോ? ഇല്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. യെസ്. അപ്പോൾ നോക്കി, ഇത് നമ്മൾ പറഞ്ഞല്ലേ, ഡിസ്കസ് ചെയ്തില്ലേ വേഗം എന്താണ്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് നമ്മൾ പ്രവേഗത്തിലോട്ട് എത്തിയായിരുന്നു അല്ലേ? പ്രവേഗം ഓക്കെ അല്ലേ? പ്രവേഗം പറഞ്ഞായിരുന്നു, നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? പ്രവേഗം കൂടെ പറഞ്ഞായിരുന്നു. ശരി, ഇനി നോക്കിയേ, വേഗവും പ്രവേഗവും തമ്മിലുള്ള അംശബന്ധം നോക്കാം അല്ലേ? വേഗം ബൈ പ്രവേഗം, ഇവരുടെ അംശബന്ധം എടുത്താൽ നമുക്ക് കിട്ടുന്നത് ഒന്നിനേക്കാൾ വലുതോ, ഒന്നുണ്ട് ഒന്നിനേക്കാൾ വലുതോ അല്ലെങ്കിൽ തുല്യമായിരിക്കും. പിടികിട്ടിയോ? ഒന്നിനേക്കാൾ വലുതോ അല്ലെങ്കിൽ തുല്യമായിരിക്കും. മറക്കരുത്, പഠിക്കണം. വേഗം ബൈ പ്രവേഗം എന്ന് പറയുന്നത് ഒന്നിനേക്കാൾ വലുതോ അല്ലെങ്കിൽ തുല്യമായിരിക്കും. പിടികിട്ടിയോ? ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത നോക്കിയേ, പ്രവേഗവും വേഗവും തമ്മിലുള്ള അംശബന്ധം എടുക്കുകയാണെങ്കിൽ വേഗം തമ്മിലുള്ള അംശബന്ധം എടുക്കുകയാണെങ്കിൽ ഒന്നാണ് വലുത്, ഒന്നിനേക്കാൾ ചെറുതോ തുല്യമായിരിക്കും, ഒന്നിനേക്കാൾ ചെറുതോ തുല്യമോ ആയിരിക്കും. നോക്കി വെച്ചോണം, പഠിച്ചോണം, തെറ്റിപ്പോരുത്, കറങ്ങിപ്പോരുത്. ഓക്കെ, ഇതിന് സിമിലർ ആയിട്ട് നമ്മൾ ദൂരവും സ്ഥാനാന്തരം തമ്മിലുള്ള അംശബന്ധം പഠിച്ചായിരുന്നു. കറങ്ങിപ്പോകരുത് കേട്ടോ, ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല, ഈസിയാണ്, സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ശരി, മുന്നോട്ട് പോവാം. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നോക്ക്, എളുപ്പമാണ്. നോക്കിയാട്ടെ, പ്രവേഗത്തിൻ്റെ ഏകകം ഏതാണ്? പ്രവേഗം വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ? ആണ്. ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് എന്താണ്? മീറ്റർ. ടൈമിന് യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ് ഉണ്ടോ? ഉണ്ട്. പ്രവേഗത്തിന്റെ ഏകകം യൂണിറ്റ് അല്ലേ? മീറ്റർ പെർ സെക്കൻഡ്. എളുപ്പമല്ലേ? ആണ്. അവിടെ നോക്കിയാട്ടെ, ത്വരണം. എന്താണ് ത്വരണം? നോക്കാം, നോക്കിക്കോണേ. യെസ്, എല്ലാവർക്കും അറിയാം ഇയാളെ അല്ലേ? ഇപ്പൊ എല്ലാവർക്കും എളുപ്പമായി. ആക്സിലറേഷൻ. എന്താണ് ആക്സിലറേഷൻ അല്ലെ? പ്രവേഗമാറ്റത്തിന്റെ നിരക്ക്. എന്താണ്? പ്രവേഗമാറ്റത്തിന്റെ നിരക്കിനെ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ. മനസ്സിലായോ? ഒരു വസ്തു അല്ലെ സഞ്ചരിക്കുന്ന ഇനിഷ്യൽ വെലോസിറ്റി, ആദ്യ പ്രവേഗം u, അന്ത്യപ്രവേഗം v അല്ലെ? ഇനിഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ബൈ ടൈം, ഇതാണ് നമ്മുടെ ആക്സിലറേഷൻ അല്ലേ? എങ്ങനെയാണ്? അന്ത്യപ്രവേഗം മൈനസ് ആദ്യപ്രവേഗം ബൈ സമയമാറ്റം അല്ലേ? സമയമാറ്റം ടൈം എന്നുള്ള രീതിയിൽ സമയത്തിനുണ്ടായ വ്യത്യാസം കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ത്വരണം കിട്ടും. അപ്പം പ്രവേഗമാറ്റത്തിന്റെ നിരക്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ത്വരണം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആക്സിലറേഷൻ എന്ന് പറയും. നോക്കിയേ, യൂണിറ്റ് നോക്കിയേ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എന്താണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ? ഡയമെൻഷൻ നോക്കിയേ, LT റൈസ് ടു -2. പറഞ്ഞേ, LT റൈസ് ടു -2. പറഞ്ഞു, LT റൈസ് ടു -2 അല്ലേ? ഇതൊരു സദിശ അളവാണ്, എന്ന് വെച്ചാൽ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. കിട്ടിയോ? അപ്പം പ്രവേഗം അല്ലെങ്കിൽ ത്വരണത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? പ്രവേഗമാറ്റത്തിന്റെ നിരക്കാണ് ത്വരണം. ഓക്കെ അല്ലേ? യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഡയമെൻഷൻ LT റൈസ് ടു -2. ഇത് ഏത് അളവാണ്? സദിശ അളവാണ്. ദിശ ചേർത്ത് പറയുന്നതാണ്, വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ക്ലിയർ? നോക്കിയാട്ടെ, പ്രവേഗമാറ്റത്തിന്റെ നിരക്ക് എന്താണ്? ഇപ്പം പഠിച്ച കാര്യം ഉറപ്പിക്കുകയാണ്. ത്വരണം അല്ലേ? ത്വരണം. നോക്കിയാട്ടെ, ത്വരണത്തിന്റെ ഡയമെൻഷൻ LT റൈസ് ടു -2. നോക്കിയേ, LT റൈസ് ടു -2. ഇത് ശരിയാണ്. താഴെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, L/T². അത് ശരിയാ, L/T² തന്നെയാണ് LT റൈസ് ടു -2. അപ്പൊ ഇത് ശരിയാണ്, ഇതും ശരിയാണ്, ഇത് ശരിയാണ്. തെറ്റിക്കരുത്, ശ്രദ്ധിച്ചോണം അല്ലേ? അപ്പൊ LT റൈസ് ടു -2 കൊണ്ട് L/T² രണ്ടും ശരിയാണ്, തെറ്റൊന്നുമില്ല. ഓക്കെ, യെസ്. ത്വരണത്തിന്റെ ഏകകം എന്താണ്? യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. വേറെ ഒന്നുമില്ല. കറക്റ്റ്. അടുത്തത് പ്രവേഗം, വെലോസിറ്റി. എന്ത് തരത്തിലുള്ള വേഗമാണ് അല്ലെ? അളവാണ്. വെലോസിറ്റി ഏത് തരത്തിലുള്ളതാണ്? വെലോസിറ്റി നമ്മൾ പഠിച്ചല്ലേ അല്ലേ? അപരിമിതമായ അളവ്, സദിശ അളവ്, ഗുണനിലവാര അളവ്, ദിശരഹിത അളവ്. ഇതിനകത്ത് തന്നിരിക്കുന്നത് വെലോസിറ്റി ഏതാ? സദിശ അളവാണ്. അടുത്ത മന്ദീകരണം. നമ്മൾ ഈ പറഞ്ഞ ആക്സലറേഷന്റെ ഓപ്പോസിറ്റ് അല്ലെ? നെഗറ്റീവ് ആക്സലറേഷൻ വിളിക്കുന്ന പേര് അല്ലെ? നെഗറ്റീവ് ത്വരണത്തെ വിളിക്കുന്ന പേര് മന്ദീകരണം. ബാക്കി കാര്യങ്ങളെല്ലാം സെയിം. യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഡയമെൻഷൻ LT റൈസ് ടു -2. സദിശ അളവാണ്. എളുപ്പമായില്ലേ? കാര്യങ്ങളൊക്കെ സെറ്റ് അല്ലേ? സദിശ അളവാണ്. ഓക്കെ ആണേ, പ്രശ്നമില്ലല്ലോ. മുന്നോട്ട് പോവാം. മന്ദീകരണത്തിന് യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കറക്റ്റ്. മന്ദീകരണത്തിന്റെ ഡയമെൻഷൻ LT റൈസ് ടു -2. കറക്റ്റ്. എളുപ്പം ചെയ്യാം. ശരിയല്ലേ? നോക്ക്,
അടുത്തത് ചലന സമവാക്യങ്ങളിലേക്ക് കടക്കുകയാണ് നമ്മൾ. ചലന സമവാക്യങ്ങൾ വളരെ എളുപ്പമാണ്, ഈസിയാണ്, പഠിക്കണം. 3 സമവാക്യങ്ങൾ അല്ലേ, നോക്കിക്കോണേ. വേഗ സമവാക്യം, വേഗസ്ഥാന സമവാക്യം, സ്ഥാനം സമയ സമവാക്യം. ശ്രദ്ധിക്കണേ, നമുക്ക് കുറെ ഇംഗ്ലീഷ് കൂടെ അതിനകത്ത് ചേർക്കാം, നമുക്ക് എളുപ്പം അതാണ്. വെലോസിറ്റി ടൈം റിലേഷൻ, ഇതാണ് ആദ്യത്തേത്. നോക്കിക്കോണേ, ഇത് പഠിക്കാൻ ഒരു എളുപ്പമുണ്ട്. വെലോസിറ്റി വി ആണ്, ഏറ്റവും അവസാനം കിടക്കുന്ന ടി ആണ്. അപ്പം വെലോസിറ്റി ടൈം റിലേഷൻ, വേഗ സമയ സമവാക്യം. കരുത വേഗവും അല്ലെ, വേഗതയും സമയവും അല്ലെ, പ്രവേഗവും സമയവും തമ്മിലാണ് ഇവിടെ കണക്ഷൻ വരുന്നത്. ശരിയല്ല, നമുക്ക് വേഗം ഒന്നും ഉപയോഗിക്കുന്നതിന് തെറ്റില്ല, നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ. ഓക്കെ, മനസ്സിലാവാൻ വേണ്ടി. അപ്പം നോക്കിക്കോണേ, വെലോസിറ്റി ടൈം റിലേഷൻ ആണ് ഈ പഠിക്കുന്നത്. നോക്കിയേ, വെലോസിറ്റി കിടക്കുന്നത്, വെലോസിറ്റി ഏറ്റവും ഫ്രണ്ടിലുണ്ട്, ഏറ്റവും അവസാനം കിടക്കുന്ന ടൈം. ഇത് കണ്ടിട്ട് നമുക്ക് ഏത് ടൈപ്പ് റിലേഷൻ ആണെന്ന് മനസ്സിലാക്കാം, അതാണ് ഉദ്ദേശിക്കുന്നത്, അല്ല വേറെ ഒന്നുമില്ല. ഇതൊരു കോഡ് മാത്രം. നോക്കി, ഇവിടെ വെലോസിറ്റി അല്ലേ ഉള്ളത്, ലാസ്റ്റ് ആരാ ഉള്ളത്? എസ് എന്ന് വെച്ചാൽ എന്താ? ഡിസ്പ്ലേസ്മെന്റ്. എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അതിന്റെ പുറകെ പോയി പറയാത്തത്, ഓരോന്നും എന്താണെന്നേ. ശരി, എസ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ്. ഏറ്റവും അവസാനമുള്ളത് ആരാണ്? ടൈമാണ്. അപ്പൊ ഇത് വെച്ച് നമുക്കൊന്ന് ലിങ്ക് ചെയ്ത് നോക്കാം. വെലോസിറ്റി ടൈം റിലേഷൻ, വെലോസിറ്റി ടൈം. അടുത്തത് ഇതെന്താണ്? വെലോസിറ്റി പൊസിഷൻ റിലേഷൻ, വെലോസിറ്റി പൊസിഷൻ റിലേഷൻ. പൊസിഷനെയാണ്, ഡിസ്പ്ലേസ്മെന്റ് പൊസിഷനെയാണ് കാണിക്കുന്നത് കേട്ടോ. വെലോസിറ്റി പൊസിഷൻ റിലേഷൻ. ഇതെന്താണ്? പൊസിഷൻ ടൈം റിലേഷൻ അല്ലെ, ടൈം പൊസിഷൻ റിലേഷൻ. ടൈമും അല്ലെ പൊസിഷനുമായിട്ടുള്ള റിലേഷനാണ്. അപ്പം ഒന്ന് പഠിച്ചു വെച്ചോണം, എളുപ്പമാണ്. റിലേഷൻഷിപ്പ് കാണുമ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഈ പേരുകളൊക്കെ. അപ്പം നോക്കിയേ, വേഗ സമയ സമവാക്യം എന്ന് പറയുമ്പോൾ വെലോസിറ്റിയും ടൈമോട്ടിലാണ്. v is equal to u plus at, v is equal to u plus at, v is equal to u plus at. വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള ബന്ധം. ഓക്കെ, അടുത്ത നോക്കിയേ, വേഗസ്ഥാനം, വേഗവും സ്ഥാനവും, വേഗത അല്ലെ, സ്ഥാനം വരുമ്പോൾ പൊസിഷൻ വരുമ്പോൾ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ്. അപ്പം വെലോസിറ്റി പൊസിഷൻ അല്ലെ, അല്ലെങ്കിൽ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ v സ്ക്വയർ is equal to u സ്ക്വയർ പ്ലസ് 2as. ഓരോന്നും അറിയാവോ ഇതിനകത്ത്? v എന്താണ്? ഫൈനൽ വെലോസിറ്റി, u എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി, a എന്താണ്? ആക്സലറേഷൻ, t എന്താണ്? ടൈം, s എന്താണ്? ഡിസ്പ്ലേസ്മെന്റ്. എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പറയാനത്. എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പിടി കിട്ടിയോ? ഓരോന്നും അറിയാലോ. വെലോസിറ്റി അന്ത്യ പ്രവേഗം, u ഇനീഷ്യൽ ആണ്, ആദ്യ പ്രവേഗം, എ ആക്സിലറേഷൻ ത്വരണം, ടി സമയം, എസ് സ്ഥാനാന്തരം. കിട്ടിയല്ലോ, പ്രശ്നമില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ 3 ചലന സമവാക്യങ്ങൾ ഏതൊക്കെയാ? v is equal to u plus at, അതിനെ എന്തോ വിളിക്കും? വെലോസിറ്റി ടൈം റിലേഷൻ. ശരിയല്ലേ? s is equal to ut plus half at square, s ut plus half at square, s is equal to ut plus half at square അല്ലേ? പൊസിഷൻ ടൈം റിലേഷൻ, s is equal to ut plus half at square. അടുത്തത് v square is equal to u square plus 2as, വെലോസിറ്റി പൊസിഷൻ റിലേഷൻ, v square is equal to u square plus 2as. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ, അതിനകത്ത് യാതൊരു ടെൻഷനും ഇല്ല. ബേസിക് ആണ്, 9ാം ക്ലാസ് നിലവാരത്തിൽ നമ്മൾ പഠിച്ച് സെറ്റ് ആക്കുന്നതാണ്. ഓക്കെ, ശരി. നോക്കിയാണ് വേഗ സമയ ബന്ധത്തിന്റെ സമവാക്യം. വേഗം സമയവും വരണം, വേഗം സമയം. നോക്കിയേ, ചുമ്മാ ഓപ്ഷൻ നോക്കിയാൽ നിങ്ങൾ പഠിച്ചെടുപ്പിക്കാൻ അല്ലേ, പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് കേട്ടോ. ഒന്ന് സെറ്റാവും, കിട്ടാത്തവർക്ക്, ഇതൊന്നും അറിയാത്തവർക്ക് ഒന്ന് സെറ്റാവാൻ. നോക്കിയേ, വേഗം ടൈം അല്ലെ, വേഗത വരണം, സമയം വരണം. വേഗത സമയം, വേഗത അല്ല, വേഗത സമയം ഇതിനകത്ത് ഇല്ല, വേഗത അല്ല. അപ്പോൾ എളുപ്പമായി, ഇതാ കണ്ടോ. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻ തിരിച്ചറിയാമെന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ല വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ, ഇതിൻ്റെ ഹയർ സാധനങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ സെറ്റാവും, അതിലേക്ക് നമ്മൾ വരും. അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് പറയുകയാണ്, വേറെ കാര്യമില്ല. ഓക്കെ, വാ പോരെ. അപ്പം നോക്കിയേ, വേഗ സമയ ബന്ധത്തിൻ്റെ സമവാക്യം v is equal to u plus at, v is equal to u plus at. അടുത്ത നോക്ക്, വേഗ സമയ ബന്ധത്തിൽ u എന്തിനാണ് കാണിക്കുന്നത്? u എന്തിനാണ് കാണിക്കുന്നത്? u പറഞ്ഞാട്ടെ. അന്തിമ വേഗം അല്ല, ആദ്യ വേഗം, ത്വരണം, ദൂരം. ഇന്നത്തെ ഏതാ പറഞ്ഞാട്ടെ? ആദ്യ വേഗം അല്ലേ, ഇനിഷ്യൽ വെലോസിറ്റി അല്ലെ, ആദ്യ പ്രവേഗമാണ് ഈ കാണിക്കുന്നത് u. ഒരു വസ്തുവിന് ആദ്യ വേഗം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ആദ്യ പ്രവേഗം ഇല്ലെങ്കിൽ, ഇനിഷ്യൽ വെലോസിറ്റി u is equal to 0 ആണെങ്കിൽ ത്വരണം എങ്ങനെ അല്ലേ നമുക്ക് കണക്കാക്കാം? നമുക്കറിയാം v is equal to എന്താണ്? u plus at ആണ്. ശരിയല്ലേ? v is equal to u plus at. ഇപ്പം പഠിച്ച റിലേഷൻഷിപ്പ് വെച്ച് നമ്മൾ നോക്കാം. v is equal to u plus at അല്ലെ, മൊത്തം v ആ കിടക്കണം. അപ്പം നോക്കി, ഇവിടെ u ഇല്ല, അപ്പം v is equal to എന്ത് വരും? u 0 അല്ലേ, 80 എന്ന് കിട്ടും. v is equal to 80 ഉണ്ടോ നോക്കാം. v is equal to 80 ഉണ്ട്, കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതാണ് ഉത്തരം. മനസ്സിലായില്ലേ? അപ്പം നോക്കി, ഒരു വസ്തുവിന് ആദ്യ പ്രവേഗം ഇല്ലെങ്കിൽ ത്വരണം ഉപയോഗിച്ച് എങ്ങനെ അല്ലേ, യെസ്, കണക്കാക്കാം എന്ന് ചോദിച്ചാൽ എന്താ പറയുന്നത്? v is equal to 80, അതിനകത്ത് a is equal to v by t. ത്വരണം ശൂന്യമായ ഒരു വസ്തുവിൻ്റെ വേഗം എങ്ങനെ കണക്കാക്കാം? v is equal to u plus 80 തന്നെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. v is equal to u plus 80യിൽ ത്വരണം a എന്ന് പറയുന്നത് 0 ആണ്, അപ്പം v is equal to u എന്ന് കിട്ടും. v is equal to u നകത്തുണ്ടോ? ഉണ്ട്, v is equal to u.
വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും കിട്ടണം. ശരി, ഒരു വസ്തുവിന് ആദ്യ വേഗം 5 മീറ്റർ പെർ സെക്കൻഡ്, ഇനീഷ്യൽ വെലോസിറ്റി u എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ്. ത്വരണം തന്നിട്ടുണ്ട്, ആക്സലറേഷൻ തന്നിട്ടുണ്ട് എത്ര? 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ടൈം തന്നിട്ടുണ്ട് എത്ര? 3 സെക്കൻഡ് അല്ലേ? എന്തായിരിക്കും നമ്മുടെ ഫൈനൽ വെലോസിറ്റി v? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. v കാണും, എളുപ്പമല്ലേ? എന്താണ്? v = u + at ആണ്. വേറെ കാര്യം ഒന്നുമില്ല, എളുപ്പമാണ്. u എത്രയാണ്? 5 പ്ലസ് a എത്രയാണ്? 2, t എത്രയാണ്? 3. 5 + 6 മൊത്തത്തിൽ 11. ഇങ്ങനെ ഒരു ആൻസർ ഉണ്ട് ഇതിനകത്ത്, ഉണ്ടല്ലോ. കറക്റ്റ് അല്ലേ? അപ്പം നോക്കിയേ, യെസ്, v = u + at. 5 + 6 3 2 അല്ലേ? 2 × 3 6 കഴിഞ്ഞു. ഇത്ര ആയില്ലേ? സെറ്റ്. 5 + 6 ആൻസർ 11 മീറ്റർ പെർ സെക്കൻഡ്. അടുത്തത് തന്നിരിക്കുന്ന നോക്കുക, ആദ്യ വേഗം ഇനിഷ്യൽ വെലോസിറ്റി u 10 മീറ്റർ പെർ സെക്കൻഡ്, v 20 മീറ്റർ പെർ സെക്കൻഡ്, ആക്സലറേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ്, ടൈം കണ്ടുപിടിക്കണം. v = u + at. അങ്ങനെയാണ് ഇതിനകത്ത് ടൈം അങ്ങനെ കണ്ടുപിടിക്കാം. v - u = at, t = v - u/a. ചെയ്താട്ടെ, ഇത്രേ ഉള്ളൂ കാര്യം. ചെയ്യാമല്ലോ, ചെയ്ത് നിങ്ങൾക്ക് എടുക്കാമല്ലോ അല്ലേ? എങ്ങനെ കിട്ടുന്നത്? 20 - 10/2 ശരിയല്ലേ? 20 ഫൈനല്, 10/2 ആൻസർ കിട്ടും. 10/2 ആൻസർ എത്ര കിട്ടും? 5 സെക്കൻഡ്. ടൈമല്ലേ വേണ്ട, 5 സെക്കൻഡ് ഉണ്ടോ? ഉണ്ടോ. ഉത്തരം ഇതല്ലേ? ക്ലിയർ. പ്രയാസം ഇല്ലയെന്ന് വിചാരിക്കുന്നു, ഈസി ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത് നോക്കാം. വേഗസ്ഥാന ബന്ധത്തിൻ്റെ സമവാക്യം. വേഗം വെലോസിറ്റി വരണം, സ്ഥാനം ഡിസ്പ്ലേസ്മെൻറ്റ് വരണം. v = അല്ലേ? v s ആയിട്ട് കണക്ട് ചെയ്യണം. നോക്ക്, v ഇതിനകത്ത് s ഇല്ല. v² = u² + 2as ശരിയാണ്, ഇതിനകത്ത് s ഇല്ല, v ഇല്ല. കറക്റ്റ് ഉത്തരം കിട്ടിയല്ലോ. v² = u² + 2as കിട്ടിയേ? പ്രയാസമില്ലേ? ഓക്കെ, മുന്നോട്ട് പോകും. വേഗം തന്നിട്ടുണ്ട്. എത്ര വേഗം? വേഗം തന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ വേഗം തന്നിരിക്കുന്നു. ആദ്യ വേഗം എന്ന് പ്രത്യേകം ഉള്ളതുകൊണ്ട് u 10, v 20, ആക്സലറേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ്. ദൂരം കണ്ടെത്തണം, ദൂരം s കണ്ടുപിടിക്കണം. സോ ഇത് തമ്മിൽ കണക്ട് ആവുന്ന ഇക്വേഷനിൽ s = എന്തൊക്കെയാ? ടൈം തന്നിട്ടില്ലല്ലോ, ടൈം ഇല്ല. അപ്പം നമുക്ക് എന്ത് ഉപയോഗിക്കണം? v² = u² + 2as ശരിയല്ലേ? നോക്കിയാട്ടെ, v² എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടോ? എന്താ കണ്ടതിൻ്റെ? എസ്സിലേക്ക് വരണം. സോ v² - u²/2a എന്ന് പറയുന്നതാണ് s. ശരിയല്ലേ? v² - u²/2a എന്ന് പറയുന്നതാണ് s. കറക്റ്റ് അല്ലേ? ആണോ? എന്താ കണ്ടുപിടിക്കേണ്ടത്? ദൂരം. സോ v² എത്ര തന്നിരിക്കുന്നത്? v² 20, 20ന്റെ സ്ക്വയർ - 10ന്റെ സ്ക്വയർ /2 അല്ലേ? 2 × 2 ഇത് കണ്ടെത്തിയ ഉത്തരമായി. 20ന്റെ സ്ക്വയർ എത്ര? 400 ശരിയാണോ? 400 - 10ന്റെ സ്ക്വയർ 100, 100/4 300/4 അതാണ് ഉത്തരം. 300/4 എത്ര കിട്ടുന്നത്? 300/4 150/4 അല്ലേ? 150/2 വെട്ടിപ്പോയി, ഓട്ടെ 75 കിട്ടും. കറക്റ്റാണോ? 300/4 75 അല്ലേ? കറക്റ്റ് അല്ലേ? 75 മീറ്റർ. ഓക്കെ അല്ലേ? പ്രശ്നമില്ല. യെസ്. അവിടെ നോക്കിയേ, u v തന്നിട്ടുണ്ട്, u തന്നിട്ടുണ്ട്, a തന്നിട്ടുണ്ട്, s ആണ് കണ്ടുപിടിക്കേണ്ടത്. സെയിം ശരിയല്ലേ? യെസ്. 30 സോറി കറക്റ്റാ അല്ലേ? 30 0 2 അറിയത്തില്ല. അങ്ങനെ ഇക്വേഷൻ v² / u² അല്ലേ? v² - u²/2a = s. 30ന്റെ സ്ക്വയർ - 0² / 2 × a. എയുടെ വാല്യൂ എത്ര? 2. കറക്റ്റ് അല്ലേ? ആണ്. 30ന്റെ സ്ക്വയർ 900, 900/4 എത്ര കിട്ടും? 900/4 2 450, 450ന്റെ പകുതി 225 ശരിയാണ്. തെറ്റിപ്പോയോ? യെസ്, പറ്റിപ്പോയി. ശരിയാണ്. എന്താ ഞാൻ ആക്സലറേഷൻ ഇവിടെ 2 എടുത്തിരിക്കുന്നത് അല്ലേ? തന്നിരിക്കുന്നതിനകത്ത് എത്ര തന്നിരിക്കുന്നത്? ആക്സലറേഷൻ 3 ആണ്, അതുകൊണ്ടാണ് അങ്ങനെ കിട്ടിയത് കേട്ടോ. യെസ്. അപ്പം 3 × 2 6, 6 ചെയ്യേണ്ടത്. അപ്പോൾ കറക്റ്റായി. 900/6 എത്ര കിട്ടും? 1.5 അല്ലേ? യെസ്. 150. കറക്റ്റാണ്. എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്. ആക്സലറേഷൻ ഞാൻ ഇവിടെ അല്ലേ തുറണമെന്ന് പറയുന്നത് എത്ര? 2 ആയിട്ട് അങ്ങനെയാണ്. ഓക്കെ, 2 പകരം 3 ഇട്ടാൽ കറക്റ്റായി. 3 × 2 6. ഓക്കെ, കറക്റ്റ് സെറ്റ്. യെസ്. നോക്കാം. വേഗം വെലോസിറ്റി തന്നിട്ടുണ്ട്. വേഗം ചെയ്യാം. 15, u 10, ആക്സലറേഷൻ 1,
യെസ്. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2a is equal to എസ്. എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 15ന്റെ സ്ക്വയർ മൈനസ് 10ന്റെ സ്ക്വയർ ബൈ 2 ഇൻറ്റു 1. 15ന്റെ സ്ക്വയർ 225 ആണോ? മൈനസ് 100 ബൈ 2. ഓക്കെ അല്ലേ? എന്താ കിട്ടുന്നത്? 125. 125 ബൈ 2 എത്ര കിട്ടും? 62.5 മീറ്റർ എന്ന് പറഞ്ഞത് കേട്ടോ. ഇതിനകത്ത് ഓപ്ഷൻ ഇല്ല. ഇതിനകത്ത് 12.5 കിടക്കുന്ന ഞാൻ അല്ലേ 12 പകരം 62.5 എന്നാക്കി കേട്ടോ. അപ്പോൾ അത് ഉത്തരമായിട്ട് പരിഗണിച്ചോണം കേട്ടോ. ചെയ്ത് നോക്കാൻ നിങ്ങൾ സെറ്റ് ആവാൻ. അടുത്ത നോക്കിയാൽ വേഗസ്ഥാനം വെലോസിറ്റി അല്ലേ? യെസ്, സ്ഥാനം വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ആണ്. വി സ്ക്വയർ ഇസ് ഇക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as അല്ലെ? വി സ്ക്വയർ ഇസ് ഇക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അതിനകത്ത് എന്താണ്? ആക്സലറേഷൻ ശൂന്യമാണ്. അങ്ങനെയാണെങ്കിൽ സമവാക്യം എന്തായിരിക്കും? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുകയേ ചെയ്യരുത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുകയെ ചെയ്തത് നമ്മുടെ ബേസ് ആണ് കേട്ടോ. ഇത് നമ്മുടെ ബേസ് ആണ്. നമ്മൾ ഇവിടേക്ക് ഒന്ന് സെറ്റ് ആക്കുവാണ് കേട്ടോ. യെസ്. അവിടെ നോക്കിയാൽ ഒരു വസ്തുവിന്റെ ത്വരണം തന്നിട്ടുണ്ട്. എത്ര ത്വരണം തന്നിരിക്കുന്നത്? ടൈം, ആക്സലറേഷൻ ഇതൊക്കെ തന്നിട്ടുണ്ട്. ആക്സലറേഷൻ എത്ര? 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ടൈം തന്നിരിക്കുന്ന 4 സെക്കൻഡ്. യു തന്നിരിക്കുന്നത് 0 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ദൂരം കണ്ടെത്താം. നോക്കാം അല്ലേ? എസ് കണ്ടുപിടിക്കണം. എസ് നോക്കാം. എസ് ഇസ് ഈക്വൽ ടു പറഞ്ഞാട്ടെ ut പ്ലസ് ഹാഫ് AT സ്ക്വയർ. ഇതാണല്ലോ റിലേഷൻ. ശരി. എസ് ഇസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT സ്ക്വയർ. എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? നമുക്ക് എസ് ഇസ് ഈക്വൽ ടു u0 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ടേം പോയി. ഹാഫ് AT സ്ക്വയർ മാത്രം ചെയ്താൽ മതി. ഹാഫ് എത്ര തന്നിരിക്കുന്നത്? 3 t 4 ആണ്. 4ന്റെ സ്ക്വയർ 16 ആണ് അല്ലേ? വെട്ടിപ്പോവും. 8 × 3 24. കറക്റ്റാണോ? 24 മീറ്റർ. കറക്റ്റ്. കഴിഞ്ഞു. കഴിഞ്ഞ് ഓക്കെ അല്ലേ? പ്രശ്നമില്ല. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. യെസ്. ഒരു വസ്തുവിൻ്റെ ആദ്യ വേഗം യു തന്നിട്ടുണ്ട്. എത്ര? 10 മീറ്റർ പെർ സെക്കൻഡ്. ആക്സിലറേഷൻ തന്നിട്ടുണ്ട് 2 മീറ്റർ പെർ സെക്കൻഡ്. ടൈം തന്നിട്ടുണ്ട് 5 സെക്കൻഡ്. എസ് കണ്ടുപിടിക്കണം. ശരിയല്ലേ? എങ്ങനെ കാണാം? എസ് ഇസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT സ്ക്വയർ. ഓക്കെ. നോക്കിയാട്ടെ. യു എത്ര തന്നിരിക്കുന്നത്? 10 ഇൻറ്റു ടൈം 2 പ്ലസ് ഹാഫ് ഇൻറ്റു എത്ര തന്നിരിക്കുന്നത്? 2 ടൈമിൻ്റെ സ്ക്വയർ 25. ഒറ്റയടിക്കാൻ എഴുതിയേ. 5ൻ്റെ സ്ക്വയർ 25. നോക്കാം കറക്റ്റാണോ? നേരത്തെ ഇവിടെ തെറ്റ് പറ്റിയോ? ടൈമിന് പകരം ഇവിടെ 5. ഓക്കെ. 2 അല്ല 5. എല്ലാം കറക്റ്റാണോ? നോക്കിയാട്ടെ. എസ് ഇസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT സ്ക്വയർ. യുവിന് പകരം 10. ഓക്കെ. ടിക്ക് പകരം 5. കറക്റ്റ്. ഹാഫ് AT സ്ക്വയർ. ഹാഫ് A 2 t സ്ക്വയർ. കറക്റ്റ്. നോക്കാം. 50 പ്ലസ് ഹാഫ് ഇൻറ്റു അല്ലേ 2 വെട്ടിപ്പോയി 25. ആൻസർ 50 പ്ലസ് 25 കിട്ടിയല്ലോ. എത്ര 75. കഴിഞ്ഞു. അത്രയും ദൂരം. ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ. മുന്നോട്ട് പോവാം. ഓക്കെ. നോക്കിയാട്ടെ. ത്വരണം ശൂന്യമായ ഒരു വസ്തുവിൻ്റെ സമവാക്യം തന്നിരിക്കുന്നതിനകത്ത് ത്വരണം ശൂന്യമായി. നമുക്ക് എസ് അല്ലേ? നമുക്ക് ഈ ത്വരണം ഇവിടെ ഐസറേഷൻ ഉണ്ട്, ഇവിടെ ഐസറേഷൻ ഉണ്ട്, ഇവിടെ ഐസറേഷൻ ഉണ്ട്. ഐസറേഷൻ ഇല്ലാത്ത ഇവിടെ മാത്രമല്ല. എസ് ഇസിക്കൽ ut. കഴിഞ്ഞു. കൂടുതൽ ചിന്തിക്കാനില്ല. നോക്കിയാലേ? യെസ്. നോക്കിക്കോണേ. ഈ കാണുന്നത് ഗ്രാഫാണ് കേട്ടോ. അതാ ഈ കാണുന്നതൊക്കെ ഗ്രാഫാണ്. യെസ്. നോക്കിക്കോണേ. ഗ്രാഫ്. ഈ ഗ്രാഫ് പൊസിഷനും ടൈമുമായിട്ട് ബന്ധപ്പെട്ട് വരച്ചിരിക്കുന്ന ഗ്രാഫാണ്. പൊസിഷൻ ടൈം ഗ്രാഫാണ്. പൊസിഷൻ ടൈം ഗ്രാഫ് ശ്രദ്ധിക്കണേ. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ ഷേപ്പ് ശ്രദ്ധിക്കണം. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ ഷേപ്പ് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ ആണ്. കണ്ടോ? ഇവിടെ ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ ആണ്. ശരിയല്ലേ? ആണ്. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാന്നറിയോ? ഇത് പോസിറ്റീവ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ഗ്രാഫാണ്. എന്താണ്? പോസിറ്റീവ് വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ഗ്രാഫാണ്. പോസിറ്റീവ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ഗ്രാഫാണിത്. എന്നാൽ ഇതേ കാര്യം നോക്കിയേ. ഏതാ ഇവിടെ പൊസിഷൻ ടൈം ഗ്രാഫാണ്. പൊസിഷൻ ടൈം ഗ്രാഫാണ് കേട്ടോ. ടൈമാണ്. ഇത് ABC. പൊസിഷൻ ടൈം ഗ്രാഫ് ഒറിജിനൽ ഇവിടെ ഉണ്ട്. ശരിയല്ലേ? ശ്രദ്ധിക്കണം. ഇതാ ഇവിടുന്ന് നേരെ താഴോട്ട് വരച്ചിരിക്കുക. സ്ട്രൈറ്റ് ലൈനാണ്. ഇവിടെ സ്ട്രൈറ്റ് ലൈനാണ്. ഇവിടെ നമ്മൾ ഇങ്ങനെ വരച്ചാലും ഒക്കെ അർത്ഥം തന്നെയായിരുന്നു. പോസിറ്റീവ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നു. ശ്രദ്ധിക്കണേ. നമ്മൾ ഒറിജിനിൽ നിന്ന് വരച്ച ഗ്രാഫ് വരച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി വരച്ചാലും ഇങ്ങനെ വരച്ചാലും പോസിറ്റീവ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നു. പക്ഷേ ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം.
പോസിറ്റീവ് പ്രവേഗമാണ്. ഇവിടെ എന്താണ് ഒരു ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്. ഈ കേസിൽ എന്താണ് ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. മനസ്സിലായോ? ഇവിടെ നെഗറ്റീവ് അല്ലേ, നെഗറ്റീവ് വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്നു, നെഗറ്റീവ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നു. പ്രത്യേകത എന്താ? അതിന് ആദ്യം തന്നെ ഒരു ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്. പിടികിട്ടി? അടുത്ത നോക്കിയേ. യെസ്, സ്ഥിരാവസ്ഥയിലാണ് വസ്തു, നിശ്ചലാവസ്ഥയിലാണ് വസ്തു, നിശ്ചലാവസ്ഥയിലാണ്. സമയം മാറുന്നുണ്ട് അല്ലേ, വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നില്ല, നിശ്ചലാവസ്ഥയിലാണ്. റെസ്റ്റിലിരിക്കുന്ന വസ്തുവിൻ്റെ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പൊസിഷൻ്റെ സ്ഥിരാവസ്ഥയിലിരിക്കുന്ന വസ്തുവിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഗ്രാഫുകൾ ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചോണം. ഇതെന്തിൻ്റെയാണ്? പോസിറ്റീവ് വെലോസിറ്റി അല്ലേ, പോസിറ്റീവ് വെലോസിറ്റി ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇതെന്താണ്? നെഗറ്റീവ് വെലോസിറ്റി ഇനിഷ്യൽ വെലോസിറ്റി 0 അല്ല. ഇതെന്താണ്? ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പൊസിഷൻ, അതും അല്ലെങ്കിൽ സ്ഥിരാവസ്ഥ, നിശ്ചലാവസ്ഥയെ സൂചിപ്പിക്കുന്ന ഗ്രാഫാണ്. ഗ്രാഫിന്റെ ഷേപ്പ് നോക്കിക്കോണം. മനസ്സിലായോ? വേർഡ്സിൽ ചോദിക്കാം. അതായത് പൊസിഷൻ ടൈം ഗ്രാഫ് ടൈം ആക്സിസിന് പാരലായിട്ട് വന്നാൽ, മനസ്സിലായോ? എന്താണ് പൊസിഷൻ ടൈം ഗ്രാഫ്? പൊസിഷനും ടൈമുള്ള ഗ്രാഫ് ടൈം ആക്സിസിന് പാരലായിട്ട് വന്നാൽ ആ ഗ്രാഫ് എന്തിനെയാണ് കാണിക്കുന്നത്? ഉത്തരം എന്താ? റെസ്റ്റിനെ. എന്താണ്? റെസ്റ്റിനെ. അല്ലെങ്കിൽ എന്തിനെയാണ് കാണിക്കുന്നത്? സ്ഥിരാവസ്ഥയെ. മനസ്സിലായോ? ക്ലിയർ? ഓക്കെ അല്ലേ? ഈ 3 ഗ്രാഫുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ. അടുത്ത നോക്കിയേ. അടുത്ത വീണ്ടും നമ്മൾ ചില ഗ്രാഫുകൾ നോക്കാൻ പോകണം. നോക്കിക്കോണേ. ഇത്തവണയും പൊസിഷൻ ടൈം ഗ്രാഫ് തന്നെ, പൊസിഷനും ടൈമും തന്നെയാണ് ഗ്രാഫിൽ വന്നിരിക്കുന്നത്. ഗ്രാഫിന്റെ ഷേപ്പ് ഒരു യു മാതിരിയാണ്, മുകളിലേക്കാണ് അല്ലെ, യു മാതിരിയാണ്. ഇത് ഓർത്തിരിക്കാൻ നിങ്ങൾ ഇങ്ങനെ അല്ലെ ഒന്ന് പഠിച്ചാൽ മതി. ഒരു സ്മൈലി മാതിരി ഓർത്താൽ മതി അല്ലേ. ഒരു സ്മൈലി കാണുമ്പോൾ തന്നെ നമുക്ക് പോസിറ്റീവ് അല്ലേ ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണേ, ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ടാണേ. ഇങ്ങനെ സ്മൈലി കാണുമ്പോൾ ഇവിടെ ഒരു സ്മൈൽ ഉണ്ട്, ഒളിച്ചിരിക്കുന്ന ഒരു സ്മൈൽ ഇവിടെ ഉണ്ട്. ഈ സ്മൈൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കണം പോസിറ്റീവ്. വെറുതെ പോസിറ്റീവ് എന്ന് വിചാരിച്ചാൽ പോരാ, ആക്സലറേഷൻ. പോസിറ്റീവ് ആക്സലറേഷന്റെ ഗ്രാഫാണ്. പോസിറ്റീവ് ആക്സലറേഷൻ അല്ലെ, പോസിറ്റീവ് ത്വരണത്തിന്റെ ഗ്രാഫാണ് പോസിറ്റീവ്. ഇവിടെ കിട്ടിയോ? രണ്ടാമത്തെ ഗ്രാഫ് കണ്ടോ? അതാ ഇവിടെ നെഗറ്റീവ് ആണ്. അത് കാണുമ്പോൾ എന്താണ്? സ്മൈലി തന്നെ അല്ലേ, സ്മൈലി അല്ലത്താണ്. എന്താണ്? വിഷമമാണ് അല്ലെ, ആള് വിഷമിച്ചിരിക്കുകയാണ്, ഇങ്ങനെ ഇരിക്കുകയാണ്, വിഷമമുള്ള മുഖമാണ് അല്ലെ, നെഗറ്റീവ് ആണ്. നെഗറ്റീവ് വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ആവുന്ന മുഖം. ശരിയല്ലേ? അപ്പോൾ പോസിറ്റീവ് ആണിത്, ഇത് നെഗറ്റീവ് ആണ്. ഓർക്കാൻ എളുപ്പമാണ്, ജസ്റ്റ് ഓർത്താൽ മാത്രം മതി. ഇനി നോക്കിയേ പൊസിഷൻ ടൈം ഗ്രാഫ്. എല്ലാം വരച്ചേക്കുന്ന പൊസിഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ ഷേപ്പ് ഉണ്ട് ഇങ്ങനെ അല്ലേ, നേരെ നിൽക്കുക. മനസ്സിലായി? എങ്ങനെ നിൽക്കുന്നുണ്ടോ അല്ലേ, നേരെയാണ് നിൽക്കുന്നത്. അപ്പൊ നോക്കി ഇവിടെ ആക്സലറേഷൻ എന്താണ്? 0 ആണ്. തൊട്ട് മുന്നേ നമ്മൾ വരച്ചില്ലായിരുന്നു? നോക്കിയേ, ഈ ഗ്രാഫ് നേരെയാണ് നിൽക്കുന്നത് അല്ലേ. ഇവിടെ ഇങ്ങനെ നേരെ നിൽക്കുന്ന വെച്ചാൽ അർത്ഥം എന്തുവാ? ഇങ്ങനെ നേരെ നിൽക്കുന്ന വെച്ചാൽ ആക്സലറേഷൻ 0 ആണ് കേട്ടോ, നേരെ. എന്നാൽ ഇതിനകത്ത് വ്യത്യാസം വരിക, വളഞ്ഞു വെക്ക വരുവാണെങ്കിൽ അല്ലേ, ആക്സലറേഷൻ ഉണ്ടെന്നാണ് അർത്ഥം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് സെറ്റായെന്ന് വിചാരിക്കും. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പാർട്ടിക്കിൾ ഡൈനാമിക്സ് എന്ന് പറയുന്ന അല്ലേ മൊഡ്യൂൾ 1 ആദ്യത്തെ പോർഷനിൽ നിന്നാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചത്. പ്രധാനമായിട്ടും ഇതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളിച്ചത് വളരെ ബേസിക് ആയിട്ടുള്ള മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്ന ആശയം അത് വന്നിട്ടുണ്ട്. മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ വെക്ടറിനെ പറ്റി നമ്മൾ ചെറിയ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പോയിരിക്കുന്നത് ഗ്രാഫുകളെ പറ്റി പറഞ്ഞു. ശരിയല്ലേ? ഇങ്ങനെയൊക്കെ വളരെ ചെറിയ കാര്യങ്ങൾ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിനകത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടാണ് പാർട്ടിക്കിൾ ഡൈനാമിക്സിൻ്റെ ആദ്യത്തെ ക്ലാസ് നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. വീണ്ടും അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.